ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ്. എൻ്റെ റൂമിൽ ക്ലീനിങ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ അതല്ല ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ അനിയൻ്റെ റൂമാണ്. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെയാണ് ഇപ്പോൾ കിടത്താം. പക്ഷെ എൻ്റെ റൂം പോലെ എത്ര കോലം കെട്ട് കിടക്കുമല്ലേ ഇത്. ഇവിടെ അത്യാവശ്യം ആൾ താമസമുണ്ട്. അതുകൊണ്ട് ഇന്നലത്തെ അത്ര പണി ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ശരിക്കും അവനോടുള്ള സ്നേഹം മൂത്ത് അവനൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതൊന്നുമല്ല. ഞാൻ അത്ര നല്ല ചേച്ചിയൊന്നുമല്ല. പക്ഷെ അവനിവിടെ ഇല്ല. അവനവിടെ ഇല്ലാത്ത സ്ഥിതിക്കും ഞാനിതെൻ്റെ റൂമായി യൂസ് ചെയ്യുന്ന സ്ഥിതിക്കും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 പേരും ഇവിടെ ഇല്ലാതിരുന്നിട്ടും മാടമ്പള്ളിയിലെ തെക്കിനിയുടെ കൂട്ടൊരവസ്ഥ എൻ്റെ റൂമിന് മാത്രമേ വന്നിട്ടുള്ളൂ. വീട്ടിലേക്ക് ആദ്യം കയറി വരുമ്പോൾ ഉള്ള ഫസ്റ്റ് റൂം ഇത് ഇവൻ്റെ ഈ റൂമാണ്. പോരാത്തതിന് ഇഷ്ടംപോലെ ജനലും. അമ്മ അത്യാവശ്യം റെസ്റ്റ് എടുക്കാൻ കിടക്കുന്നത് ഈ റൂമിലാണ്. ഇപ്പം പിന്നെ AC-യും ഉണ്ട്. എല്ലാം കൊണ്ടും എൻ്റെ റൂമായിട്ട് ഈ റൂമിലേക്ക് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ചോദിച്ചിട്ട് എൻ്റെ അനിയൻ തരുന്നില്ല. എല്ലാ റൂമിലെയും കർട്ടൻസ് ഇന്നലെ തന്നെ ഞാൻ ഊരി മാറ്റി അലക്കി വെച്ചു. ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം ഇന്നലത്തെ പോലെ തന്നെ പൊടി നിർമ്മാർജ്ജനമാണ്. എല്ലായിടത്തും പൊടിയാണ്. പൊടിയൊക്കെ മാറ്റിയാലേ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. അലമാര തുറന്നപ്പോഴത്തേക്കും അവിടെ അമ്മയുടെ കയ്യേറ്റം. അമ്മയ്ക്ക് വലിയൊരു അലമാരയുണ്ട്, എന്നാലും അതൊന്നും പോരാ. ഇപ്പം ഈ ചെക്കൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങിയ ഓരോ സാധനങ്ങൾ ഞാനതൊക്കെ അപ്പം അവനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്ന 2 പേർക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ വല്ലാത്തൊരു മനസ്സുഖം. അലമാരയിലിരിക്കുന്ന അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് അലക്കി മടക്കി വെക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനതങ്ങനെ മടക്കി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാലും അത്യാവശ്യം പൊടിയൊക്കെ ഉള്ളതല്ലേ, സമയം കിട്ടുമ്പോൾ ഒന്ന് അലക്കി വെച്ചേക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞതായിരുന്നു. അപ്പം അമ്മ പറയുക അതൊക്കെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന്. ഇനി ഇത് പോയി അവനോട് പറഞ്ഞ് അടുത്ത പ്രശ്നം ഉണ്ടാക്കിക്കണം. അല്ലെങ്കിലും പെണ്ണുങ്ങളോട് ഞാനൊരു ഡ്രസ്സ് അവൻ്റെ ഒന്ന് ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടില്ല. വല്ലവർക്കും കൊടുക്കാൻ നിൽക്കും. നിങ്ങൾ ആ സൂര്യയുടെ പടം കണ്ടോ? പെന്നുകൊണ്ട് വരച്ചതാണ് എൻ്റെ അനിയൻ എന്ന് പറയാൻ അവൻ ആ കഴിവൊന്നുമില്ല. ആ പടം ഞാൻ അവന് കൊടുത്തത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കഴിവ് മനസ്സിലായില്ലേ എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനും അല്ലാതെ വരച്ചത്. എനിക്ക് അമ്മ തന്നെയാണ്. അമ്മക്ക് ആരാണ്ട് കൊടുത്തതാണ്. പക്ഷെ കുറേ കൊല്ലമായി ഞങ്ങളത് സൂക്ഷിച്ച് വെച്ചേക്കുവാന്ന്. അതൊക്കെ പിന്നെയും കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ് ഇത്രയും കാലം സൂക്ഷിച്ചതെന്ന് പറയാം. പക്ഷെ വേറൊരു സാധനമുണ്ട് ഇവിടെ. അവൻ്റെ സെൻഡ് ഓഫിന് കുത്തിവരച്ചിട്ട് യൂണിഫോമിൻ്റെ ഷർട്ട് സൂക്ഷിച്ചു വച്ചേക്കുക. പാവം കോളേജിൻ്റെ ഓർമ്മകൾ അയവിറക്കാനാവും. എനിക്ക് പിന്നെ കോളേജിൽ ഇത്തരം ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അസൂയൊന്നുമില്ല. ക്ലീനിങ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആദ്യത്തെ ഗുണം, അതൊരു നല്ല വ്യായാമമാണ്. നീ ഒന്നും തിന്നില്ലണേ, നിനക്കാരൊന്നും തരത്തില്ലണേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ കഴിക്കുന്നതൊക്കെ ഞാൻ തന്നെ ബേൺ ചെയ്ത് കളയുന്നുണ്ട്. രണ്ടാമത്തെ ഗുണം, നമുക്ക് ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാം. പൊടിയൊക്കെ അലർജി ഉള്ളവർക്ക് ശുദ്ധമായി ശ്വസിക്കാം. പിന്നെ മൂന്നാമത്തെ ഗുണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മൾ കളഞ്ഞു പോയിന്ന് വിചാരിച്ച്, കാണാണ്ട് പോയിന്ന് വിചാരിച്ച്, ഒരിക്കലും കണ്ടു കിട്ടില്ല എന്ന് വിചാരിച്ച സാധനങ്ങൾ വരെ നമുക്ക് കിട്ടും. പക്ഷെ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. എന്നേലും ആർക്കെങ്കിലും എന്തേലും മിസ്സായാൽ അത് എപ്പോഴേലും ക്ലീൻ ചെയ്ത് എൻ്റെ പെരടിക്കിടും. ബേസിക്കലി ഐ ലവ് ക്ലീനിങ്. പക്ഷെ മിക്കവാറും ആൾക്കാർക്ക് കുക്കിങ്ങിനോടായിരിക്കും താല്പര്യം കൂടുതൽ. അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് തീരെ ഇഷ്ടമില്ലാത്തവരാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ബട്ട് എനിക്ക് നേരെ തിരിച്ചാണ്, കുക്കിങ്ങിനേക്കാളും ഇഷ്ടം ക്ലീനിങ് ആണ്. പക്ഷെ ഇപ്പം എന്തോ പെട്ടെന്ന് തളർന്നു പോകും. അലർജിയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇനിയിപ്പം വയസ്സാവുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ ആവോ? വീഡിയോ കാണുമ്പോൾ എത്ര വേഗത്തിലാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷെ ശരിക്കുമാണേ ഞാൻ ഈ സംസാരിക്കുന്ന പോലെ തന്നെ ഭയങ്കര ലാഗാണ്. 10x സ്പീഡിലിട്ടതുകൊണ്ട് മാത്രമാണ് 4-5 മണിക്കൂറുള്ള ഈ പണി വെട്ടിച്ചുരുക്കി എനിക്ക് 6 മിനിറ്റിലേക്ക് ഒതുക്കാൻ പറ്റിയത്. 6 അല്ല, ഒരു 7. 4-5 മണിക്കൂറെന്ന് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? എന്തായാലും ഒരു 3-4 മണിക്കൂർ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ വെച്ച ക്ലിപ്പൊക്കെ ചേർത്ത് വെച്ചപ്പോഴത്തേക്കും ഏകദേശം 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പണിയെടുക്കുമല്ലോ, കുറച്ച് മടുക്കും, കുറച്ചിരിക്കും, ഇരുന്ന് മടുക്കുമ്പോൾ വീണ്ടും പണിയെടുക്കും. അങ്ങനെ ആ ഒരു രീതിക്ക് പോകുന്നതുകൊണ്ട് ഇത്രയൊക്കെ മണിക്കൂർ എടുക്കും, സ്വാഭാവികം. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു പാറ്റേൺ മൈൻഡിൽ ക്രിയേറ്റ് ആവാറുണ്ട്. ആ ഒരു പാറ്റേൺ ആണെന്ന് തോന്നുന്നു എൻ്റെ സ്വന്തം റൂം മാത്രം ക്ലീൻ ചെയ്യാണ്ട് എന്നെ എവിടെ കൊണ്ടെത്തിച്ചത്. ഇനിയിപ്പം വീട് മൊത്തം ക്ലീൻ ചെയ്യാണ്ട് എനിക്ക് സമാധാനമാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നാളെ കൊണ്ട് തീർക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലേ അതുവരെ എനിക്ക് എൻ്റെ റൂമിൽ കിടക്കാൻ പറ്റില്ല. ക്ലീനിങ്ങിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാർട്ടാണിത്. നിലത്ത് വീണ് കിടക്കുന്ന പൊടിപടലങ്ങളൊക്കെ തൂത്തുവാരി ഒന്നിച്ച് കൂരിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ചോദിക്കാണ്ട് തന്നെ അമ്മ വന്ന് കടലാസുകളൊക്കെ വാരിയെടുത്തുകൊണ്ട് പോയി. അതെന്തായാലും കാര്യമായി. ഇപ്പം പൊടി മാത്രം കോരിയെടുത്താൽ മതിയല്ലോ. കൂട്ടത്തിൽ ഏറ്റവും തലവേദന പിടിച്ച പണി ഇതാണ്, കർട്ടൻ ഇടൽ. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു. ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഓരോ ജനലിനും ഓരോ സൈസ് കർട്ടൻ. ഇനി അതൊന്ന് ഒന്നിച്ചിട്ട് കൊളുത്തി വരുമ്പോഴായിരിക്കും ഒരു സൈഡിലുള്ളത് ഒരു ഹൈറ്റ്, അടുത്ത സൈഡിലുള്ളത് വേറൊരു ഹൈറ്റ് ആവുക. പിന്നെ വീണ്ടും വീണ്ടും ഇടാൻ നേരത്തേക്ക് ചിലപ്പോൾ തല തിരിഞ്ഞു പോകും. അങ്ങനെ ഒരുവിധം അവസാനം ഇങ്ങനെയൊക്കെ ഒപ്പിച്ചു ഞാൻ. എന്തായാലും ഇന്നത്തെ പണി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. എനർജി തീർന്ന് പക്ഷെ പണി തീർന്നിട്ടില്ല, നാളെയും കൂടി ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ.